ഹായ് ഡിയേഴ്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് BEGC 101 101 അഥവാ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷ് ഹോണേഴ്സ് വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ 1 പഠിക്കാനുള്ള അല്ലേ BAEGH BA ഇംഗ്ലീഷ് ഹോണേഴ്സിൻ്റെ ഷോർട്ടാണ്. ഇതെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് BEGC 101 എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾ തീരെ പ്രിപ്പയർ ആയിട്ടില്ല. അത്തരക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന അല്ലേ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന നമ്മൾ പറയുന്ന ടിപ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചു പോകാന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിൽ പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കവർ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, അതേപോലെ എങ്ങനെ ആൻസർ, ഇഗ്നോൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്കുകൾ വാങ്ങാം എന്നുള്ളതിനൊക്കെ പറ്റി പരാമർശിക്കുന്ന ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൂടുതൽ ലേഖാക്കുന്നില്ല. ഓക്കെ, ഇഗ്നോ ഒഫീഷ്യൽ സിലബസ് പ്രകാരം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 2026 ബേസിൽ ഏറ്റവും റീസെൻ്റ്ലി ഉള്ള ഇത് മേ ബി ചിലപ്പോൾ ഡിസംബറിൽ എക്സാം ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജൂണിൽ എക്സാം ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലേ. അപ്പോൾ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഭഗവത്ഗീത പോലത്തെ നമ്മുടെ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുന്ന ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പേപ്പറാണ് ഇത് വരുന്നത്. അതിൻ്റെ അണ്ടറിൽ ഇഗ്നോ എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ്, ഏത് ഭാഗത്താണ് കൂടുതൽ ചോദിക്കാറുള്ളത്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഇന്നിവിടെ നമ്മളൊരു ഗസ്റ്റ് പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന എക്സാമുമായി ബന്ധപ്പെട്ടത് ഇതിൻ്റെ നമ്മുടെ ഗസ്റ്റ് പേപ്പറുകളും അതിൻ്റെ യൂണിവേഴ്സിറ്റി ചോദിച്ച എത്ര ശതമാനം മാർക്കുകൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ എവിഡൻസ് പ്രകാരം അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ തയ്യാറാക്കുന്നതാണ്. ഇൻ കേസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പേപ്പറിൻ്റെ ഇതേപോലെ നമുക്ക് അവലോകനം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ജൂൺ 2026 ഡിസംബർ 2026 വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെ നല്ല രൂപത്തിൽ മാർക്ക് നേടാൻ പറ്റുമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പല വിദ്യാർത്ഥികളും എക്സാമിൽ ഫെയിലായി പോകാനുള്ളൊരു കാരണം അല്ലെങ്കിൽ മാർക്ക് കുറയാനുള്ള കാരണം എങ്ങനെയാണ്, ഇഗ്നോൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ അവർക്കറിയില്ല. അവർ ചോദ്യം വായിക്കുന്നു, അവർക്ക് എല്ലാ വിഷയങ്ങളും അറിയുന്നുണ്ടാവും, പക്ഷെ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ലൈനുണ്ട്. ഇഗ്നോൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വൃത്തിയായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. അത് പ്രകാരം മാത്രം ആൻസർ ചെയ്താലാണ് നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് നമ്മൾ പോയിന്റുകൾ മൊത്തം കൊടുത്തിട്ടുണ്ടെങ്കിലും മൊത്തം എഴുതിയിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിച്ച മാർക്ക് നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ വാട്ട് ഇസ് ഇൻസൈഡ് ദ ഗസ്റ്റ് പേപ്പർ, ഇതിനകത്ത് നമ്മൾ ഏകദേശം ഇതൊരു 25ഓളം പേജ് വരുന്നുണ്ട് അല്ലേ. ഈ ഒരു പേജിനകത്ത്, ഈ ഒരു PDF ഫയലിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ പ്രധാനപ്പെട്ടും 12 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, 12 ക്വസ്റ്റ്യൻസ് അഥവാ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് പ്രകാരം പ്രത്യേകം എടുത്തിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതേപോലെ 4 ബ്ലോക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഏകദേശം ഇത് 40 പേജ് ഓഫ് ആൻസേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഉത്തരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 പേജിനകത്ത് വരും. അതിൽ നമുക്ക് ആകപ്പാട് എക്സാമിന് 5 ചോദ്യം മാത്രമേ വരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 12 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കിത് പല ആവശ്യത്തിനും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പറയാൻ പോകുന്ന മുഴുവനായിട്ടുള്ള PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ട്. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാഗടിക്കാതെ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിലുള്ള ഭാഗങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിലവിൽ
നിങ്ങൾ ഓൾറെഡി ബുക്കുകൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരിക, അതിൻ്റെ ഒരു ബേസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലേ. ബുക്കുകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോസ് കണ്ടിട്ടും അല്ലാതെ നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മുടെ മൊത്തത്തിലുള്ള 4 ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള ബുക്കിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണെന്നുള്ളത്, ഹിസ്റ്ററികളൊക്കെ. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഭാഗങ്ങൾ വരാറുള്ളത് റഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. നോക്കൂ, ദ്രൗപദിയുടെ വിലാപം, പ്രതിഷേധം, അതിൻ്റെ സന്ദർഭം വിശദീകരിക്കാനാണ്. ഓക്കെ, ഇത് മൈവല്ല ഔട്ട്ക്രൈ ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിൻ്റെ റഫറൻസ് എന്താണ്, ഇതിൻ്റെ ഒരു പ്രതിഷേധം സന്ദർഭ സഹിതം വിശദീകരിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ് നോർമലി വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2-ൽ നിന്നുള്ളതാണ് അല്ലേ. ചോദിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് റെഡിൽ മാർക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ബ്ലോക്ക് 2-ൽ നിന്നുള്ളതാണ്, സെക്ഷൻ എ പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2025 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലാസ്റ്റത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് 2 കൊടുത്തത് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ അപ്പയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഇതിൻ്റെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അതാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. 5 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ 5 പേജിൽ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, 150 വേർഡ് മാത്രം മതി, നമുക്ക് കൂടുതൽ വേർഡുകളൊന്നും വേണ്ട. ദെൻ 5 മാർക്ക് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഇതിനെ ആൻസർ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മേ ബി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഇഗ്നോ സ്റ്റൈലിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഇവിടുന്ന് മുതലങ്ങ് തുടങ്ങിയിട്ട് നമ്മുടെ കിതാബ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഓരോ വേർഡുകളും അതിൻ്റെ ആ കോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് അല്ലേ. ഇതെന്താണ്, ഇതിൻ്റെ സന്ദർഭവും അതിൻ്റെ പ്രതിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെ ഒരു ദ്രൗപദിയുടെ വിലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ അവിടെ കൊടുക്കാനുണ്ട് അത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കോണ്ടെക്സ്റ്റ് ഓഫ് ദി പാസേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹെഡിങ് വല്ല കൊടുക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഇതേപോലെ ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ കോഡ്സ് ഇവിടെ എഴുതി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു താഴെ പേരും എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ലൈനൊക്കെ വിട്ട്, പിന്നെ ആദ്യം ക്വസ്റ്റ്യൻ 1 എന്നാണെങ്കിൽ അങ്ങനെ കൊടുത്തതിന് ശേഷം ലൈനൊക്കെ വിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതിങ്ങനെ എഴുതി കൊടുക്കാൻ. എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ഇവിടെ മുകളിൽ ഈ ഒരു കോഡ്സ് ഡബിൾ ഇൻവേർട്ടർ കോമ എന്ത് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടുണ്ടല്ലോ കേട്ടോ. ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഒരു ലൈന് വീണ്ടും വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1 എന്ന് എഴുതിയിട്ട് സ്പീക്കർ ആൻഡ് ഒക്കേഷൻ എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. ഓക്കെ, ഇത് 1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇവിടെ 1 എന്നുള്ളതാക്കുക, അല്ലെങ്കിൽ ഇവിടെ റൗണ്ട് ഇട്ടൊക്കെ സ്റ്റാർ ഇട്ട് വെക്കുക, താഴെ ഭാഗത്ത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിലുള്ള പെൻസിലും സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. അത് പ്രകാരം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ പേജ് എഴുതുന്ന സമയത്ത് വളരെ വൃത്തിയിലായിരിക്കണം നമ്മുടെ ആൻസർ ഉണ്ടാവേണ്ടത്. കാരണം എക്സാം നമ്മുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേജും അതേപോലെ പിന്നെ അവസാനത്തെ പേജും കാര്യമായിട്ട് നോക്കുക. അപ്പോൾ അവർ ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ കയ്യെഴുത്ത് എങ്ങനെയുണ്ട്, വൃത്തി എങ്ങനെയുണ്ട്, ടൈം എടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അവർ എഴുതുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ വന്നിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്, എല്ലാം വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ പേജ് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ തന്നെ ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങളിത് എഴുതി കൊടുക്കണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി കൊടുക്കുക. ഈ ഒരു ചെറിയൊരു വിശദീകരണം നിങ്ങൾക്ക് കൊടുക്കുക. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഈ ഒരു പേരെങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ ലൈനിൽ താഴെയുള്ള ഒന്നാമത്തെ പേജിൽ 1 എന്ന് പറഞ്ഞിട്ട് സ്പീക്കർ ലൊക്കേഷൻ എന്ന് കൊടുക്കുക. നേരെ താഴത്ത് 2ാമത്തെ വരി ഇങ്ങനെ കൊടുക്കുക, 3ാമത്തെ വരി ഇങ്ങനെ കൊടുക്കുക, 4ാമത്തെ വരി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുക. ഈ 4 വരി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോന്നായിട്ട് പിന്നെ അണ്ടറിൽ ലെറ്റസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വീണ്ടും നമ്മൾ ഒന്നാമത്തെ ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വാക്യം ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെറിയ ഈ ഒരു 3 വരിയുള്ള ഈ ലൈൻ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ 2ാമത്തതും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ എഴുതി കൊടുക്കുക, 3ാമത്തും നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ 3
ഭാഗമായിട്ട് ഇതിനെ നമ്മൾ തിരിച്ചു. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ 3 ഭാഗമായിട്ട് തിരിച്ചു. ഒന്നാമത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഓഫ് ദി പാസേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മളിവിടെ ആദ്യം ആൻസർ എഴുതിയത്. ഈ ഒരു ഭാഗം നമ്മളിത് കൊടുത്തു. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, ഒരു താഴെ ഭാഗത്തൊന്ന് നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വിശദീകരിച്ചു. മൂന്നാമത്തേത് നിങ്ങൾ ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള താഴെ ഭാഗത്ത് നിന്ന് അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ അതും കൊടുക്കണം നിങ്ങൾ, അല്ലേ. ഇത് പാസേജ് ക്യാപ്ചർ ദ സെൻട്രൽ മോറൽ ക്രൈസിസ് ഓഫ് ദി എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളിത് എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു PDF ആവശ്യമുള്ളവർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു PDF നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായിട്ട് അയച്ചു തരും കേട്ടോ. ഇനി ഇതേ നോക്കൂ, ഇതേപോലെ താഴേക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. അതേപോലെ 5 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാം, അല്ലേ. അതേപോലെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് താഴെ ഭാഗത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനോട് നോക്കൂ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നതാണ്. എന്താണ്, നാടകകൃത്തായുള്ള ശൂദ്രകൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ശൂദ്രക ആസ് എ ഡ്രാമാസിസ്റ്റ്, അല്ലേ. ഡ്രാമാറ്റിസ്റ്റ് ആയിട്ടുള്ള ഇതിൽ നിന്നുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, പല തവണ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി. 150 വേർഡ് മാത്രം മതി. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആദ്യം, അല്ലേ, ഈ ഹെഡിങ് കൊടുക്കുക. ആൻഡ് ഹിസ് ഡ്രാമറ്റിക് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ശൂദ്രക ആൻഡ് ഹിസ് ഡ്രാമറ്റിക് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു 1 ലൈനിൽ സിംഗിൾ ലൈനിൽ കൊടുക്കാവുന്ന, അല്ലേ. ദ ലിറ്റിൽ സെർവൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമൊക്കെ അതിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഇതൊക്കെ എന്താണ്, ഇതേപോലെ തന്നെ അവിടെ ഹെഡ്ലൈൻ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ അണ്ടർലൈൻ ചെയ്തു ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നോക്കുന്നു, കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു റെഫറൻസുമാണ് നിങ്ങൾക്ക് കൊടുക്കുക. നമ്മൾ എന്ത് കാര്യം കൊടുക്കുന്ന സമയത്ത് റെഫറൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ റെഫറൻസ് കൊടുക്കുമല്ലോ, അല്ലേ. പ്രൊജക്റ്റ് അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് അതേപോലെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാലും അതിന് നല്ല മാർക്ക് നമുക്ക് കിട്ടും എക്സാം എഴുതുന്ന സമയത്ത്. മനസ്സിലായോ? നമ്മളിത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ആരാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ റെഫറൻസ് എന്താണ്, എവിടെയാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കിലാണോ, എത്രാമത്തെ പേജിലാണ്, എവിടെയാണോ പരാമർശിക്കുന്നത്, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് അതിന് വാല്യൂ കിട്ടുന്നതാണ്, മാർക്ക് കൂടുന്നതാണ്. എന്നിട്ട് ഐഡൻറ്റിഫൈ ആൻഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതൊന്ന് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓരോന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഏകദേശം 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 5 മാർക്കിൻ്റെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5ാമത്തെ, അല്ലേ. കണ്ടില്ലേ, ഈ 5ാമത്തെ ശകുന്തളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2025 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 സെക്ഷൻ B പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഗ്നോൻ്റെ ഏകദേശം സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഇവിടെ വരിക. ഇതിന് 10 മാർക്ക് വീതമാണ് വരുന്നത്. 250 വേർഡ് എന്ത് ചെയ്യണം, നമ്മളിവിടെ എഴുതണം. 10 മാർക്കാകുമ്പോൾ 250 വേർഡ്സ് നമ്മൾ മിനിമം എഴുതണം. ഓക്കെ. ഇതിന് എന്ത് ചെയ്യാണ്, ആൻസർ ഇതേപോലെ നമ്മൾ കൊടുക്കുന്നു. അതേപോലെ 10ാമത്തെ മഹാഭാരത VS വെസ്റ്റേൺ എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള 6ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മഹാഭാരത ആൻഡ് എന്താണ് വെസ്റ്റേൺ എപ്പിക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതും വരുന്നത്. ഓക്കെ. ഇതിനാണെന്നുണ്ടെങ്കിലോ 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, 2023 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. അഥവാ ബ്ലോക്ക് 2 സെക്ഷൻ B പ്രകാരമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വരുന്നത് ഹൈ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്, അല്ലേ. എന്താണ് ഈ ഒരു ഭാഗത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പറയുന്നത്, മഹാഭാരതവും പാശ്ചാത്യ മഹാകാവ്യങ്ങളും ഒരു താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇല്ലേ. അതാണ് ഇത് പറയുന്നത്. വാട്ട് ആർ ദ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ എപ്പിക്, അല്ലേ. ഇങ്ങനെ പറഞ്ഞു. ഇതിനാണ് ഒരു എക്സാം ഇഗ്നോൻ്റെ സ്റ്റൈലിൽ മേ ബി ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ചോദ്യം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെ നമ്മൾ കൊടുക്കുന്ന ഉത്തരം നിങ്ങൾക്ക് ആൻസർ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതിയിട്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അങ്ങനെ ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, അല്ലേ. ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴേക്ക് വീണ്ടും നമ്മൾ കൊടുക്കുന്നത് പ്രകാരം
താഴേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെതാണ്. 2025 ഡിസംബറിൽ 24 ചോദിച്ചിട്ടുണ്ട്, 23 ഇത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു പ്ലേ ഓഫ് ഹോപ്പായിട്ട് എന്താണ് റിച്ചാഗഡിക അല്ലേ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ അവലോകനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തതാണ്, ഇത് തയ്യാറാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 9ാമത്തേത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 ഡിസംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്. 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് വരുന്നത്. 20 മാർക്ക്, ഇത് മാത്രമല്ല ബ്ലോക്ക് 1 സെക്ഷൻ സി പ്രകാരം ഉണ്ടാക്കിയതാണ്. 20 മാർക്കാണ്. 450 വേർഡ് എന്ത് ചെയ്യണം, നമ്മളിവിടെ നിർബന്ധമായിട്ട് എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ മാർക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കൂ. ലവ് ആൻഡ് മാരേജ് ഇൻ ശകുന്തളം അല്ലേ. സോറി, ലവ് ആൻഡ് മാരേജ്, അതെ, ശകുന്തളമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എന്തോ ഡിസ്കസ് ദ തീം ഓഫ് ലവ് ആൻഡ് മാരേജ് ഇൻ ദ പ്ലേ ഓഫ് ശകുന്തളം അല്ലേ. അഭിജന എന്ന് പറയുന്ന ശകുന്തളം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ലവും മാരേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണോ ഇതിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് ഭാഗത്ത് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള നമ്മൾ തന്നിട്ടുള്ള നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് തന്നിട്ടുള്ള ഈ ഒരു ചോദ്യം ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതുമായി ബന്ധപ്പെട്ടുള്ള 20 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കൂടുതൽ തന്നിട്ടുള്ളത്. ആൻസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ആൻസർ ചെയ്തണ്ട. ലവ് ആൻഡ് മാരേജ് എന്ന് അഭിജന ശകുന്തളം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊരു ഹെഡിങ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബോക്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ബുക്കിൽ പറയുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു പോയിന്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്കിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിലുള്ള ഇതേപോലെ തന്നെ കോഡ്സ് ഡബിൾ ഇൻവേർട്ടർ കോമൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ബുക്കിൽ പറയുന്ന ഇതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു ലൈന് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഓരോ ഭാഗത്തും പരാമർശിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ഓരോ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്. ഏകദേശം 450 വേർഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ച് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിന് ഓരോന്നും ഇതിനടുത്ത ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാരേജ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കൊടുക്കുക. ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺക്ലൂഷൻ എന്നുള്ള ലെവലിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവ് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാളിദാസാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഷൻ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇഗ്നോയുമായി സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ കൺക്ലൂഷൻ നിർബന്ധമാണ്. നിർബന്ധം മീൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കുകൾ കൂടുതലാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. അതേപോലെ നോക്കൂ 10ാമത്തെ ക്വസ്റ്റ്യൻ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്, 2024 ചോദിച്ചിട്ടുണ്ട്, 2023 ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ 20 മാർക്കിന് അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, വുമൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ റിച്ചാഗതിക എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിസത്തെ പറ്റി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് 3 സെക്ഷൻ സി ആണുള്ളത്. 2025 ഡിസംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. 2024 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്രിറ്റിക്കലി അനലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടോ, മുകളിൽ വന്ന ഈ ഒരു വുമൺ ആൻഡ് ക്യാരക്ടറിസം ഇതുമായി ബന്ധപ്പെട്ട് ഈ റിച്ചാഗഡിക എന്ന് പറയുന്നത് അല്ലെ, എങ്ങനെ വായിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് പ്രകാരം ക്വസ്റ്റ്യൻ എന്താണോ വന്നിട്ടുള്ളത് അത് പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഉണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ഇതിവിടെ പൂർണ്ണമായിട്ടും നോക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ.
എന്താണ് 12ാമത്തെ ക്വസ്റ്റ്യൻ? ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്, 23 ചോദിച്ചിട്ടുണ്ട്, 24 എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. നിങ്ങൾ ഇതും എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് നോക്കിയിട്ട് മാത്രം പോവുക. എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളൊരു PDF നോക്കി ഇതുമായി ബന്ധപ്പെട്ട് വായിച്ച് മനസ്സിലാക്കി ഏകദേശം ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ, പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകാൻ പറ്റുള്ളൂ. ഇതിങ്ങനെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലും എന്താണ് പറയുന്നുണ്ട്, ഹൈ ആണ്, വെരി ഹൈ ആണിത്. ഇതിലും തന്നെ ഇതിൻ്റെ പോയിന്റുകൾ ആദ്യം പറയുന്നു. അതേപോലെ തന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. കൺക്ലൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു 12 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ് പേപ്പറായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചു പോകാന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇത് പഠിച്ചു പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു 6 മാസം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരൊറ്റ ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പല വിദ്യാർത്ഥികൾക്കും ക്ലാസ് കിട്ടുന്നില്ല, ക്ലാസ് കേൾക്കാൻ സമയമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോയാൽ തന്നെ നല്ല മാർക്ക് അച്ചീവ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട് 2026 ജൂണും ഡിസംബറിലേക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ്. ഈ 12 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 12 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ യൂട്യൂബിലോ അല്ലെങ്കിൽ ഡ്രൈവിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പല സ്ഥാപനത്തിന് ഡ്രൈവ് ലിങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ഈ ഒരു നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ 6 മാസം കൂടുമ്പോൾ നടത്തിയ എക്സാമിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 6 പരീക്ഷയുടേത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആ ലാസ്റ്റ് 6 സെഷൻ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ബ്ലോക്ക് വൈസ് മാപ്പിംഗ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്ട്രിക്ട്ലി ഫ്രം ഇഗ്നോ ബുക്ക് മാത്രം റെഫർ ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു PDF എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹായ് വിട്ടിട്ട് ഈ ഒരു പേപ്പർ കോഡ് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു PDF ഫയൽ ഇവിടുന്ന് അയച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായിട്ടും വീണ്ടും കാണാം. ഓക്കെ, താങ്ക്